ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് ദോശവട ഉണ്ടാക്കാവേ. നന്ദു ഇതിന് ദോശവട എന്നാട്ടോ പറയുന്നത്. ഇത് ദോശമാവാണേ. ഇതിനകത്തോട്ട് നമ്മൾ ഇത് ഒന്ന് തിക്കായിട്ട് വരുന്ന പോലെ അത്രയും നല്ല നമ്മൾ മൈദാമാവിട്ട് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കും കേട്ടോ. ഇത് അതിന് കറക്റ്റ് അളവില്ല, നമുക്കത് സ്ട്രോങ് ആയിട്ട് വരണം, അത്രേ ഉള്ളൂ. ഞാൻ ഒരു ഗ്ലാസ് എടുത്തു കേട്ടോ. ഒരു ഗ്ലാസ് ഫുള്ള് ഇടേണ്ട വന്നേ. ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് ഒരു സവാളയും ഒരു പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും കരിയാപ്പിലയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തും കൂടി ഇടുവേ. അതിന് കറക്റ്റ് ടേസ്റ്റ് വരാൻ വേണ്ടി. അപ്പോൾ പോരാത്ത ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ 2 പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് കൂട്ടിയും കഴിക്കാമല്ലോ. പിള്ളേർ കഴിക്കുമ്പോൾ എരിവ് വേണ്ടാത്തപ്പം ഈ മുളക് അങ്ങ് പറിച്ച് കളഞ്ഞ് കഴിക്കാമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഉപ്പിൻ്റെ കാര്യം ശ്രദ്ധിച്ചോണം. മാവിന് നമുക്ക് ഉപ്പുണ്ട്, അപ്പോൾ അതനുസരിച്ച് ബാക്കി ഉപ്പിടാവുള്ളേ. പിന്നെ ഇതുപോലെ ഒരു ഇച്ചിരി എണ്ണ എടുത്താൽ മതി. ഇതുപോലെ കുഴിയുള്ള പാത്രത്തിൽ എടുത്താൽ നമുക്ക് ലാഭമുണ്ട്. നമുക്ക് എണ്ണയൊക്കെ കുഞ്ഞു പാത്രത്തിൽ ഇച്ചിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയില്ല, കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ. ഇതിപ്പോൾ കൈ കൊണ്ട് വാരി ഇടേണ്ട ആവശ്യമുള്ളൂ. കൈ പുകയുമായിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഈ സ്പൂണും കൂടെ 2 സ്പൂൺ ഉപയോഗിച്ച് കുറേശ്ശെ അങ്ങ് കോരിയിട്ട് പെട്ടെന്നായി കിട്ടും കേട്ടോ. പെട്ടെന്നാകുന്ന സംഭവങ്ങളല്ലാവേ. ഇതെന്ന് പറയണ്ടല്ലോ, ഇതിൻ്റെ പുറം നല്ല എന്നാ പറയുന്നത്, നല്ല ഹാർഡായിട്ട് നല്ല മുരുമരാന്നിരിക്കുന്നത് പറയുവേ. അതുപോലെ നല്ല സൂപ്പറാട്ടോ. ഉള്ളു നല്ല സോഫ്റ്റുമാണേ. സത്യം പറഞ്ഞാൽ ഉള്ളിവടയൊക്കെ ടേസ്റ്റാട്ടോ ഇതിന്. ഇനിയിപ്പം ദോശയ്ക്കൊക്കെ മാവൊക്കെ കലക്കി വെച്ച് പുളിച്ച് കഴിയുമ്പോൾ നിങ്ങളും കുറച്ച് ഇതുപോലെ എടുത്ത് വെച്ച് ഒരു പ്രാവശ്യം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഒടിച്ചപ്പോൾ തന്നെ ഉണ്ട്. അകം നല്ല സോഫ്റ്റാണേ. നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. പിള്ളേർക്കൊക്കെ എന്നാലും കുറേ ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഒന്നും കണ്ട് വിലയിരുത്തണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ആണെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ കേട്ടോ ബാക്കിയൊന്നുമില്ല. ഇപ്പോൾ ഒന്നാമത് എണ്ണയ്ക്ക് ഭയങ്കര വിലയാണ്. തന്നെയല്ല നമ്മൾ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുഞ്ഞു പാത്രത്തിൽ ഇച്ചിരി ഉണ്ടാക്കുന്നത്. എണ്ണ ബാക്കി വരുമ്പോൾ നമുക്ക് കളയാനും മടിയായിരിക്കുമല്ലോ. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇയർ പ്ലഗ് ആണ്. എനിക്ക് എപ്പോഴും ചെവിക്ക് കംപ്ലയിൻറ്റ് വരും കേട്ടോ. കാറ്റടിക്കാൻ മേല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. രാത്രി ഫാൻ ഇട്ടുകൊണ്ട് കിടക്കുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിത് മീഷോയിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ. ഇതിന് 110 രൂപയാണ്. 4 പേരുണ്ട്. ഇത് പ്ലാസ്റ്റിക് എല്ലാം തോന്നുന്നു, വേറെ എന്തോ മെറ്റീരിയലാണ്. നല്ല സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചെന്നുള്ളൂ. ഞാനിതിപ്പോൾ മേടിച്ചിട്ട് ഇപ്പോൾ 2 മാസത്തോളം ആയേ. അപ്പോൾ ഞാനത് അന്ന് എടുത്തപ്പം നിങ്ങൾ നല്ലതാണെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. ഇപ്പം നല്ല സംഭവമാണ്. നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്കിത് ചെവിക്കകത്തിങ്ങനെ ചുമ്മാ അങ്ങ് കയറ്റി വെച്ചാൽ മതിയേ. അപ്പം വേണമെങ്കിൽ നിങ്ങൾ മേടിച്ച് നോക്കൂ കേട്ടോ. ചെവിക്കൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളവരെ ചിലപ്പോൾ ചിലർ പഞ്ഞിയൊക്കെ വെച്ചോണ്ട് നടക്കുകയല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻ്റ് ഒക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ബൈ.